കഴിഞ്ഞ വീഡിയോയിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ആയിട്ടുള്ള ഡീഗോ ഗാർഷ്യയിൽ നടന്ന ആക്രമണം ഒരു അമേരിക്കയുടെ പദ്ധതിയുടെ തന്നെ ഭാഗമായിരുന്നോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ വീഡിയോയ്ക്കകത്ത് ഗൾഫ് റീജിയണിൽ നടക്കുന്ന ഈ യുദ്ധം അമേരിക്കയ്ക്ക് മാത്രം നേട്ടമുണ്ടാക്കി കൊടുക്കുന്നതും ഗൾഫ് രാജ്യങ്ങളെയും ഇറാനെയും ഒരുപോലെ ഇല്ലാതാക്കുന്നതുമാണ് എന്ന തരത്തിൽ ചില വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയങ്ങളിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ പലരും പ്രകടിപ്പിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളും റിഫൈനറികളും തകരുന്ന സാഹചര്യം അമേരിക്കയ്ക്ക് ചില തന്ത്രപരമായ ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഒരു കാലത്ത് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണയെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യം മാറിയിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഇന്ന് പലരും ഗൾഫ് രാജ്യങ്ങളെ വളരെ വികസിത നാടുകളായിട്ട് കാണുന്നുണ്ടല്ലോ. വളരെ ദരിദ്രമായി കിടന്നിരുന്ന പ്രദേശങ്ങളാണ് ഈ ഗൾഫ് റീജിയൻ എന്ന് പറയുന്നത്. ആ ദരിദ്ര നാടുകളെ ഇന്നീ കാണുന്ന സമ്പന്ന നാടുകളാക്കി മാറ്റിയതും ഒരു കാലത്ത് അമേരിക്ക തന്നെയാണ്. ആ എണ്ണപ്പാടങ്ങൾ നിയന്ത്രിച്ചതും പെട്രോ ഡോളർ സിസ്റ്റത്തെ കൊണ്ടുവന്നത് എല്ലാം അമേരിക്കയാണ്. അപ്പൊ ഗൾഫിനെ ഇന്നത്തെ രൂപത്തിൽ വികസിപ്പിച്ചത് അമേരിക്കയാണ്. ഇതും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ സാമന്തരാണ്. അമേരിക്ക എതിർക്കാനുള്ള ഒരു ധൈര്യമോ നട്ടല്ലോ ഗൾഫ് രാജ്യങ്ങൾക്കില്ല. അത് അവരുടെ നിവൃത്തികേടാണ്. കാരണം നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഗൾഫ് ഇന്നത്തെ ഗൾഫ് ആയത് അമേരിക്കയുടെ യൂറോപ്പിന്റെ സപ്പോർട്ടോടു കൂടിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. നേരത്തെ അമേരിക്കയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത ഗൾഫ് നാടുകളെ പിന്നെ എന്തിനാണ് അമേരിക്ക ഈ വിധത്തിൽ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചില കാരണങ്ങൾ നമ്മുടെ മുമ്പിലേക്കുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യം മാറുകയാണ്. ഷെയിൽ ഗ്യാസ്, ഷെയിൽ ഓയിൽ, ഈ ഒരു സാങ്കേതിക വിദ്യയിലൂടെ അമേരിക്ക ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിൽ ഒന്നാണ്. എന്താണ് ഇത് എന്ന് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് തുടരാം. ഭൂമിക്കടിയിലെ പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രകൃതിവാതകത്തെയും എണ്ണയെയുമാണ് ഷെയിൽ ഗ്യാസ് എന്നും ഷെയിൽ ഓയിൽ എന്നും വിളിക്കുന്നത്. സാധാരണ എണ്ണ കിണറുകളിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിലിൽ നിന്നും ഗ്യാസിൽ നിന്നും ഇവയ്ക്ക് ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്. ഭൂമിക്കടിയിൽ പാളികളായി കാണപ്പെടുന്ന ഒരിനം മൃദുവായ പാറയാണ് ഷെയിൽ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടലിനടിയിലും മറ്റും അടിഞ്ഞുകൂടിയ ജൈവാവശിഷ്ടങ്ങൾ കടുത്ത ചൂടും സമ്മർദ്ദവും ഒക്കെ കാരണം രൂപമാറ്റം വന്നാണ് ഇതിനുള്ളിൽ എണ്ണയും വാതകവും ഒക്കെ ഉണ്ടാവുന്നത്. സാധാരണ എണ്ണ എന്ന് പറയുന്നത് ഭൂമിക്കടിയിലെ വലിയ അറകളിൽ ദ്രാവക രൂപത്തിൽ കെട്ടിക്കിടക്കുന്നതായിരിക്കും. ഒരു കുഴൽ കിണർ താഴ്ത്തിയാൽ മർദ്ദം കാരണം ഇത് തനിയെ മുകളിലേക്ക് വരും. എന്നാൽ ഈ ഷെയിൽ ഓയിൽ ഗ്യാസ് എന്ന് പറയുന്നത് പാറക്കഷ്ണങ്ങൾക്കിടയിലെ അതിസൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങളിലായിരിക്കും കുടുങ്ങിക്കിടക്കുന്നത്. ഇത് പുറത്തെടുക്കാൻ പാറകളെ തകർക്കേണ്ടി വരും. അതായത് ഇതൊരു തരം ഹൊറിസോണ്ടൽ ഡ്രില്ലിംഗ് എന്ന് പറയും, തിരശ്ചീനമായ ഖനനം. ആദ്യം വളരെ താഴേക്ക് തുരന്ന ശേഷം പാറ പാളികൾക്കിടയിലൂടെ വശങ്ങളിലേക്ക് കിലോമീറ്ററുകളോളം തിരശ്ചീനമായിട്ടാണ് തുരക്കുന്നത്. വലിയ മർദ്ദത്തിൽ വെള്ളവും മണലും രാസവസ്തുക്കളും ഈ പാറകളിലേക്ക് പമ്പ് ചെയ്യുന്നു. ഈ സമ്മർദ്ദത്തിൽ പാറകൾ പൊട്ടുകയും അതിലുള്ള ഗ്യാസും എണ്ണയും ഒക്കെ പുറത്തു വരികയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ ഇത് പുറത്തെടുക്കാനുള്ള സാങ്കേതിക വിദ്യ അമേരിക്ക വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതോടെയാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരായിട്ട് മാറിയതും. ഇതിനെ ഷെയിൽ റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ മുമ്പ് എണ്ണയ്ക്കും മറ്റുമൊക്കെ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന അമേരിക്ക ഇപ്പോൾ സ്വന്തം രാജ്യത്തെ ഷെയിൽ ശേഖരം ഉപയോഗിച്ച് എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ലോക വിപണിയിൽ എണ്ണ വില കൂടുമ്പോൾ അമേരിക്ക തങ്ങളുടെ ഷെയിൽ ഉൽപാദനം കൂട്ടി വില നിയന്ത്രിക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഈ ഷെയിൽ എന്ന് പറയുന്നത് ഈ അമേരിക്കയിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയിൽ രാജസ്ഥാൻ, ഗുജറാത്ത്, അസം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ശേഖരമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അമേരിക്കയുടെ മാത്രം കുത്തകയല്ല ഇതിന്റെ നിക്ഷേപം. പക്ഷേ അമേരിക്കയിൽ ഇത് ധാരാളമുണ്ട്. ഇത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ടെക്നോളജി അമേരിക്ക ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഈ യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അമേരിക്കയുടെ എനർജി താല്പര്യം, ഷെയിൽ ഓയിൽ അല്ലെങ്കിൽ ഷെയിൽ ഗ്യാസ് താല്പര്യം ഇതിൽ വളരെ പ്രധാനമാണ്. ഗൾഫിലെ എണ്ണ ഉൽപാദനം തടസ്സപ്പെടുകയാണെങ്കിൽ വിപണിയിലെ എണ്ണ വില കുതിച്ചുയരുമല്ലോ. ഈ വിലക്കയറ്റം അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് വലിയ ലാഭമുണ്ടാക്കി കൊടുക്കും. കാരണം അമേരിക്ക ഗൾഫിലെ ഒരു ഭാഗമേ അല്ല, അങ്ങ് ദൂരെ കിടക്കുന്ന മറ്റൊരു ഭൂഖണ്ഡമാണ്. വടക്കേ അമേരിക്കയിലെ ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയും ഓയിലും ഒക്കെ അമേരിക്കൻ കമ്പനികൾ കച്ചവടം ചെയ്ത് ഗൾഫിലെ വിപണി തകർന്ന് തരിപ്പണമാവുന്ന സമയത്ത് മാർക്കറ്റ് കൈപ്പിടിയിൽ ഒതുക്കുമെന്നതാണ് ഇവിടത്തെ പുതിയ സാഹചര്യം എന്ന് പറയുന്നത്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ നേരിടുന്ന അമേരിക്കയ്ക്ക് ഗൾഫ് എണ്ണയുടെ വിപണി വിഹിതം കുറയുന്നത് അമേരിക്കൻ എണ്ണയ്ക്ക് ലോക വിപണിയിൽ കൂടുതൽ കരുത്ത് നൽകുന്ന ഒന്നാണ്.
സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമീപകാലത്ത് അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന നയം മാറ്റി ചൈനയുമായും റഷ്യയുമായും ഇന്ത്യയുമായും ഒക്കെ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതും ബ്രിക്സിന്റെ ഭാഗമായതും അമേരിക്കയ്ക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല, സമീപകാലത്തായിട്ട് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ ധിക്കരിച്ചുകൊണ്ട് പല തീരുമാനങ്ങളും എടുക്കുന്നു എന്ന ഒരു ധാരണയും അമേരിക്കയ്ക്കുണ്ട്. അപ്പൊ ഗൾഫിനെ അമേരിക്കയ്ക്ക് നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ അമേരിക്കയുടെ ആവശ്യം അവിടെ വരണം. എന്ന് വെച്ചാൽ ശാന്തമായിട്ടുള്ള ഒരു ഗൾഫ് അവിടെ ആവശ്യമില്ല. അവിടെ അമേരിക്കയുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഇപ്പോഴത്തേതുപോലെ സംഘർഷഭരിതമായ ഒരു ഗൾഫിന് അമേരിക്ക ആവശ്യവുമാണ്. ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷിതമല്ലാതാവുമ്പോൾ അവർക്ക് വീണ്ടും അമേരിക്കൻ സൈനിക സുരക്ഷ തേടേണ്ടി വരും. വൻതോതിലുള്ള ആയുധ കച്ചവടത്തിന് ഇത് വഴി തുറക്കും. കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെല്ലാം ബില്യൺ കണക്കിന് ഡോളറിന്റെ ഒരു വാർത്ത കണ്ടു കാണും. അമേരിക്കൻ ആയുധങ്ങൾ ഓർഡർ ചെയ്തിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ തീരാറായി. പ്രതിരോധ സംവിധാനങ്ങൾ പുതിയത് വാങ്ങണം. 10, 20, 30, 50 ബില്യൺ ഡോളറിന്റെ കച്ചവടങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള ആയുധ കച്ചവടം ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നടക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയും നേട്ടമുണ്ടാക്കുന്ന അമേരിക്കൻ കമ്പനികളാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയായ എണ്ണ മേഖല തകരുന്നതോടെ അവരുടെ രാഷ്ട്രീയ സ്വാധീനം കുറയ്ക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. എന്ന് വെച്ചാൽ ഗൾഫിനെ ഒരു കാലത്ത് ഈ കാണുന്ന വിധത്തിൽ സമ്പന്നമാക്കി മാറ്റിയതും അമേരിക്കയാണ്. ഇന്ന് അവരെ കൊണ്ടുവന്ന് ഒരു യുദ്ധത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതിന്റെ പുറകിലും അമേരിക്കയുണ്ട്. ഇവിടെ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാണ്. ഒരേ സമയത്ത് ഇറാനെയും ഗൾഫിനെയും ഒതുക്കാൻ പറ്റും. ഇറാൻ ഒരു ഭാഗത്തും സൗദി നേതൃത്വത്തിലുള്ള ഗൾഫ് രാജ്യങ്ങൾ മറുഭാഗത്തും നിൽക്കുന്ന സാഹചര്യം അമേരിക്കയ്ക്ക് എന്നും ഗുണകരമാണ്. യുദ്ധത്തിലൂടെ ഇറാന്റെ സൈനിക സാമ്പത്തിക ശേഷി തകർക്കുക, എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നതിലൂടെ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഇല്ലാതാക്കുക. ഇതിലൂടെ മിഡിൽ ഈസ്റ്റിലെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ തളർത്താനും ആ മേഖലയിൽ അമേരിക്കയുടെ മേധാവിത്വം വീണ്ടും ഉറപ്പിക്കാനും സാധിക്കും എന്നതാണ് അമേരിക്കയുടെ നേട്ടം. എന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ തകർക്കപ്പെട്ട ഈ എണ്ണപ്പാടങ്ങളും ശുദ്ധീകരണശാലകളും ഉൽപാദന കേന്ദ്രങ്ങളും ഒക്കെ റീബിൽഡ് ചെയ്യാൻ, റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വർഷങ്ങൾ വേണ്ടിവരും. ഇതിന്റെ ടെക്നോളജി ഒന്നും ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിലില്ല. ഇതൊക്കെ അമേരിക്കയുടെ യൂറോപ്പിന്റെയും കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഈ കമ്പനികൾ തന്നെ അത് ഏറ്റെടുക്കുന്നു, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. വർഷങ്ങൾ വേണ്ടിവരും. അതിനൊരു പക്ഷേ സഹായിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് അതിൽ കാണും. വീണ്ടും ഈ രാജ്യങ്ങൾക്ക് അമേരിക്കയോട് കടപ്പാടുണ്ടാകാൻ പോവുകയാണ്. അമേരിക്കൻ കമ്പനികൾ ഗൾഫ് രാജ്യങ്ങളിൽ പിടിമുറുക്കാൻ പോവുകയാണ്. ഇനി നമ്മുടെ ഇന്ത്യക്കും ചൈനയ്ക്കും ഉൾപ്പെടെ ഇത് വലിയ നഷ്ടമാണ്. പശ്ചിമേഷ്യ സംഘർഷത്തിലായി കഴിഞ്ഞാൽ എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട്. ജപ്പാൻ, ഇന്ത്യ, ചൈന, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾക്കും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം ഗൾഫിൽ നിന്നാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് പാചകവാതകത്തിന് ഇതുപോലെ ഒരു ക്ഷാമം നേരിട്ട സമയമുണ്ടോ? ഇന്ന് നമ്മൾ എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ടല്ലേ? കാരണം പാചകവാതകത്തിന് ക്ഷാമം നേരിടുകയാണ്. ഗൾഫ് മേഖല യുദ്ധത്തിൽ പോയതാണ് അതിന് കാരണം. ഇതേ പ്രശ്നം ജപ്പാനും ചൈനയും ഒക്കെ നേരിടുകയാണ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. ഗൾഫിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നാൽ അത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയും ബാധിക്കും. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുള്ള ആളുകൾ ഗൾഫ് മണിയെ ആശ്രയിക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ പണം ഒഴുകുന്നത് ഇന്ത്യയിലേക്കാണ്. $100 ബില്യൺ മുകളിലാണ് ഒരു സാമ്പത്തിക വർഷം ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇന്ത്യയിലേക്ക് ഒഴുകുന്ന വിദേശ പണം. അതില് ഗൾഫിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ വേഗത്തിലുള്ള വളർച്ചയെ ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ചൈനയുടെ വളർച്ചയെ ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. അമേരിക്കൻ കമ്പനികൾക്കും അമേരിക്കയ്ക്കും വീണ്ടും പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെ ആധിപത്യം ഉറപ്പിക്കാനും എണ്ണയുടെ മേലുള്ള ആധിപത്യം നിലനിർത്താനും കഴിയും. വെനസ്വേല ഓൾറെഡി അവരുടെ കൺട്രോളിലായി. ഇറാനെ കൺട്രോളിലാക്കണം അവർക്ക്. ഗൾഫിനെ കൂടുതൽ നിയന്ത്രിക്കണം. കൂട്ടത്തിൽ അമേരിക്കയുടെ പുതിയ എണ്ണ അല്ലെങ്കിൽ പുതിയ ഗ്യാസ് ലോകമൊട്ടാകെ വിറ്റഴിക്കുകയും വേണം. അപ്പൊ അമേരിക്കയ്ക്ക് കൂടുതൽ സ്വാധീനവും നിയന്ത്രണവുമുള്ള ഒരു പുതിയ ഒരു വ്യാപാര ക്രമം കെട്ടിപ്പൊക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ പുറകിലുണ്ട്. ഇത് നമ്മുടെ ഒരു കോൺസ്പിറസി തിയറി മാത്രമായിട്ട് തൽക്കാലം നിൽക്കട്ടെ. ഒരു സാധ്യതയാണ്. അമേരിക്ക ഇങ്ങനെ ദുരുദ്ദേശത്തോടെ ചെയ്യുന്നു എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഇങ്ങനെയും ചില സാധ്യതകൾ, ഇത്തരം ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈ സാധ്യതകളെയും ചർച്ചകളെയും ഒന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അമേരിക്ക മനഃപൂർവ്വം ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണോ, അതോ ഇത് യുദ്ധത്തിന്റെ സ്വാഭാവിക പരിണിത ഫലമായിട്ട് സംഭവിക്കുന്നതാണോ? നമുക്ക് അതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണോ എന്നറിയില്ല. എങ്കിലും ഈ യുദ്ധം നീണ്ടുപോകുന്നത് മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും. ഇത് ആയുധ കച്ചവടക്കാർക്കും ചില വൻ ശക്തികൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്.
ഭാഗ്യവശാൽ ഇന്ത്യക്ക് വലിയ ദോഷം ഇത് ഉണ്ടാക്കില്ല. കാരണം ഇതിനെ ഓവർകം ചെയ്യാനുള്ള പ്ലാൻ ബിയും സിയും ഡിയും ഒക്കെ ഇന്ത്യയുടെ പക്കലുണ്ട്. എന്നിരുന്നാലും താൽക്കാലികമായ പല പ്രശ്നങ്ങൾ നമുക്കും നേരിടേണ്ടി വരും. മാത്രമല്ല, ലോകത്തിന്റെ എണ്ണവില ഇനി കുറെ കാലത്തേക്ക് ചിലപ്പോൾ വളരെ ഉയർന്ന നിലയിൽ തന്നെ നിന്നേക്കാം. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ പ്രൊഡക്ഷൻ വളരെയധികം കുറഞ്ഞേക്കാം. ഇത് ഏഷ്യയുടെ വളർച്ചയ്ക്ക്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ വളർച്ചയ്ക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിനും ചില പ്രശ്നങ്ങൾ ഈ ഒരു യുദ്ധം കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് എണ്ണയുടെയും ഗ്യാസിന്റെയും ഒക്കെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അമേരിക്കയ്ക്ക് എങ്ങനെ നോക്കിയാലും ഇത് നേട്ടമാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.